തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വൻ അഴിച്ചുപണിയുണ്ടായേക്കും. സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചുമതലകൾ മാറാനും സാധ്യതയുണ്ട്. വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമായിരിക്കും മാറ്റമുണ്ടാവുക. LDF കൺവീനർ സ്ഥാനത്തും പുതുമുഖം വന്നേക്കും. സംസ്ഥാന നേതൃത്വത്തിൽ പരിഷ്കരണം വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. അർജുൻ രാജ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അർജുൻ, എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും അങ്ങനെ സംസ്ഥാന സമിതിയിൽ ഉണ്ടാവുക? ഹർഷൻ, വലിയ തിരുത്തലുകൾ നേതൃതലത്തിൽ വേണം എന്നുള്ള ആവശ്യം പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. അത് വിമർശനമായി CPIMന്റെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ, സംസ്ഥാന കമ്മിറ്റിയിലടക്കം സമഗ്രമായിട്ടുള്ള പരിഷ്കരണം വേണം എന്നുള്ള നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റി മുന്നിൽ വെച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിശാല കമ്മിറ്റി ചേർന്നതിന് ശേഷം ഒരു പരിഷ്കരണത്തിന് CPIM ഒരുങ്ങുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അർഹരായിട്ടുള്ള പല ആളുകളും അല്ലെങ്കിൽ പരിചയസമ്പന്നരായിട്ടുള്ള പല ആളുകളും സെക്രട്ടേറിയറ്റിന് പുറത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള വിമർശനം കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. അത് പരിഗണിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിനകത്തേക്ക് പുതുമുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ചുമതലകൾ നിലവിലുണ്ട്. ജില്ലാ കമ്മിറ്റികളുടെ ചുമതല, വർഗ ബഹുജന സംഘടനകളുടെ ഫ്രാക്ഷൻ ചുമതല, പ്രസിദ്ധീകരണങ്ങളുടെ ചുമതല, ഈ ചുമതലകളിൽ മാറ്റം വരുത്തുന്നതും CPIM ആലോചിക്കുന്നുണ്ട്. അതും ഈ കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള തീരുമാനമായി വരും. സംസ്ഥാന കമ്മിറ്റിക്കകത്തും സമാനമായിട്ടുള്ള മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പുതുമുഖങ്ങളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും CPIM ഒരുങ്ങുകയാണ്. ഇതിന്റെ തീരുമാനം ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നടക്കുന്ന ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതിനോടൊപ്പം തന്നെ LDF കൺവീനറെ മാറ്റാനും ആലോചനയുണ്ട്. ആദ്യം പരിഗണിക്കുന്നത് P രാജീവിന്റെ പേരാണ്. ആ കൺവീനർ സ്ഥാനത്തേക്കും TP രാമകൃഷ്ണനെ മാറ്റി ഒരു പുതുമുഖത്തെ കൊണ്ടുവരാനുള്ള ആലോചന CPIMൽ സജീവമാണ്. ഈ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബറിൽ ചേരുന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയായിരിക്കും ഇതിലെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.